സ്ത്രീയും പുരുഷനും എല്ലാം ഈക്വൽ ആണെന്നൊക്കെ പറഞ്ഞാലും സ്ത്രീകൾ ചെയ്യുമ്പം അത് ഭയങ്കര മോശവും ആണുങ്ങൾ ചെയ്യുമ്പോൾ അത് ഭയങ്കര ക്രെഡിറ്റും ആവുന്ന ഒരു കാലഘട്ടത്തോട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കണം. സീരിയസ്ലി ഞാൻ പറയാം, ഒരു കാലഘട്ടം വരെ എനിക്ക് വലിയൊരു പ്രശ്നമായിരുന്നു. ഞാൻ അവനെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ ആൾക്കാർ പറയും അപ്സരയുടെ കുട്ടിയാണ്, എന്റെ കുട്ടിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമല്ല. അപ്സര പ്രസവിച്ച കുട്ടിയെ മൈൻഡ് ചെയ്യാതെ അപ്സര തിരിഞ്ഞ് നടക്കുന്നു എന്നൊക്കെ പറയും. എന്റെ അച്ഛൻ മരിച്ചുപോയി, ഞാനും അമ്മയും ചേച്ചി മാത്രമേ ഉള്ളൂ. ഇപ്പം ആരും ഇല്ല നോക്കാൻ. അല്ലെങ്കിൽ എന്റെ അടുത്ത് കുറെ ആൾക്കാർ ചോദിച്ചിട്ട് ചേച്ചി എനിക്ക് അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഭയങ്കര പേടിയാ, കുറെ മോശം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയണു. എനിക്ക് ഇതുവരെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വെച്ചിട്ട് എല്ലാവർക്കും അങ്ങനെയൊന്നും ഞാൻ പറയില്ല. നമ്മൾ നിൽക്കേണ്ട ഒരു രീതിയുണ്ട്. ഒരാൾ ഒരു മോശം രീതി ചോദിച്ചാൽ എനിക്ക് താല്പര്യമില്ല, ഞാൻ ചെയ്യുന്നില്ല. ഉറങ്ങിയിട്ടില്ല ഞാൻ. ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഒരു വർക്ക് കഴിഞ്ഞിട്ട് രാത്രി സാധാരണ KSRTC ബസ്സിൽ എത്രയോ ദിവസം ഇപ്പൊ എറണാകുളത്ത് ഷൂട്ട് കഴിഞ്ഞിട്ട് ആലപ്പുഴ വരെയൊക്കെ നിന്ന് വന്നിട്ടുണ്ട്. പുലർച്ചെ രാവിലെ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അടുത്ത ലൊക്കേഷനിൽ വണ്ടി വിടും. ജസ്റ്റ് ബ്രഷ് മാത്രം, കുളിക്ക് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല, ബ്രഷ് മാത്രം ചെയ്തിട്ട് ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. ഇപ്പൊ എന്റെ കല്യാണം ഞാനാ നടത്തിയത്. ഞാൻ എന്റെ അമ്മയുടെ 1 രൂപ പോലും മേടിച്ചിട്ടില്ല. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതോടൊപ്പം തന്നെ ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഒരുപാട് സ്നേഹത്തോട് സ്വാഗതം ചെയ്തു അപ്സര. ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു ഇൻട്രോ തന്നതിന് താങ്ക് യു സോ മച്ച്. നമുക്ക് എല്ലാവരെയും ഞാൻ പറയാം, ഞാനിപ്പോ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ചില സിറ്റുവേഷൻ വരെ നമ്മൾ ഡൗൺ ആവും. പക്ഷേ ചില പെൺകുട്ടികളെ കാണുന്ന സമയത്ത് നമ്മള് എങ്ങനെ ഇത്രയും രസമായിട്ട് അവർക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റണേ, അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റണേ എന്നൊക്കെ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഞാൻ നോക്കി കാണാറുണ്ട്, പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിൽ. കാരണം നമ്മളൊരു സാധാരണക്കാരായിട്ടുള്ള ഒരു പെൺകുട്ടികളെ ഫീൽ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്ന പോലെയല്ല എനിക്ക് തോന്നുന്നു ഒരു 10 ആൾ അറിയുന്ന ആളുകൾ ചിലപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെ ക്യാരി ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത്ര ബോൾഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്? അത് ആക്ച്വലി നമ്മൾ ജനിക്കുമ്പോൾ ആരും ബോൾഡ് ആവണല്ല. ഈ കുറേ സാധനങ്ങൾ ഈ വന്ന് ഈ പറഞ്ഞ പോലെ ഈ സെലിബ്രിറ്റീസ് ആണെങ്കിലും നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും ഇപ്പൊ ഞാൻ പറയും ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷെ അത് വെറുതെയാണ്. നമ്മളെല്ലാവരും ആ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ അത് എങ്ങനെയും ഓവർകം ചെയ്യാൻ നോക്കും. അപ്പൊ അതുപോലെ നമ്മൾ ഓവർകം ചെയ്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് എന്ത് വന്നാലും നെവർ മൈൻഡഡ് ആവും. അപ്പൊ അങ്ങനെ ഒരു ഇതിലങ്ങ് പോണതാ. ഇപ്പൊ നമ്മള് എപ്പോഴും സൊസൈറ്റിയിൽ എപ്പോഴും ഒരു സെലിബ്രിറ്റി അവരുടെ ലൈഫിൽ എന്ത് പറ്റിയാലും അത് വലിയ വാർത്തയാവാറുണ്ട് അല്ലേ? ഇപ്പം ഞാൻ തന്നെ ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന്റെ താഴെ ഒരു നെഗറ്റീവ് കമന്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഉറക്കം പോകും. അങ്ങനെ കമന്റ് ഇട്ടേന്ന് ഒരു ടെൻഷൻ വരും. പക്ഷെ നമ്മുടെ ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്ത് നടക്കുന്നു അതൊരു വാർത്തയാവുക, ആളുകൾക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. ഇപ്പൊ ഒരു പേഴ്സണൽ ലൈഫിൽ കിടക്കുമ്പോൾ ഒന്നും വിചാരിക്കരുതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് വരുന്നു, ചിലപ്പോൾ അത് നമുക്ക് ഫെയിൽ ആവാം, അത് സക്സസ്ഫുള്ളി പോവാം. നമ്മുടെ ലൈഫിൽ എന്തുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ മാത്രം ഇത്തരത്തിലുള്ള ഡിവോഴ്സോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലംസോ ഫാമിലി ലൈഫിൽ വരും, അത് മാത്രം എപ്പോഴും എന്തുകൊണ്ടാണ് ഒരു ചർച്ചയാവുന്നത്? ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റിനപ്പുറം എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിപ്പോ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം മാത്രമാട്ടോ. ഇപ്പം സ്ത്രീയും പുരുഷനും എല്ലാം ഈക്വൽ ആണെന്നൊക്കെ പറഞ്ഞാലും ഇപ്പോഴും സ്ത്രീകൾ ചെയ്യുമ്പം അത് ഭയങ്കര മോശവും ആണുങ്ങൾ ചെയ്യുമ്പോൾ അത് ഭയങ്കര ക്രെഡിറ്റും ആവുന്ന ഒരു കാലഘട്ടത്തോട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കണം. പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളാവുമ്പോൾ ഇപ്പൊ പിന്നെ ഒരു ആർട്ടിസ്റ്റിനെ നിങ്ങൾ ഈ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഒരു ആക്ട്രസിന്റെ കല്യാണത്തിന്റെ ഒരു വീഡിയോ മീഡിയാസിൽ വന്നിട്ട് അവരത് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് താഴെ വരുന്ന ആദ്യത്തെ കമന്റ് ഇതാ, ഇതൊരു 6 മാസം കംപ്ലീറ്റ് ചെയ്യില്ല. എന്തിനാണത് പറയണതെന്ന് എനിക്കറിയില്ല. എല്ലാ സെലിബ്രിറ്റീസും നിങ്ങൾ ഏതൊരു ആർട്ടിസ്റ്റ് ഇപ്പൊ സിനിമയിൽ നിന്നായാലും സീരിയലിൽ നിന്നാണെങ്കിലും ആരുടെ ഇപ്പം ഇപ്പൊ കല്യാണ ദിവസം തന്നെ അവരൊന്ന് ഹഗ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവരുടെയൊക്കെ ഭയങ്കര ചാട്ടം ഭയങ്കര ഓവറാണ്. നമ്മളെല്ലാവരും ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കുക, അയാളുടെ കൂടെ ജീവിക്കുക, കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെന്താ ചിന്തിക്കുക, നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ ഏറ്റവും സന്തോഷമുള്ളൊരു മൊമെന്റാ. അത് നമ്മൾ മാക്സിമം എത്രത്തോളം സന്തോഷിക്കാൻ പറ്റും അങ്ങനെ സന്തോഷിക്കും. അപ്പൊ അങ്ങനെ സന്തോഷിക്കുമ്പോഴത്തേക്കും ഇവള് ഭയങ്കര ഓവറാണ്, ഇത് 6 ദിവസം പോലും കംപ്ലീറ്റ് ചെയ്യില്ല, അല്ലെ 6 മാസം പോലും കംപ്ലീറ്റ് ചെയ്യില്ല എന്നാ ഫസ്റ്റ് വരുന്ന കമന്റ്. ആക്ച്വലി ഞാൻ ആദ്യമൊക്കെ ഈ കമന്റുകൾ വരുമ്പോഴത്തേക്കും എല്ലാവരെയും പോലെ തന്നെ ഞാനും ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് ഈ ആൾക്കാർ ഇങ്ങനെ പറയണത്? ഞാൻ പോലും അറിഞ്ഞിട്ടില്ല എന്റെ ഡിവോഴ്സ് ആയ, ഞാൻ ചിന്തിച്ചിട്ട് പോലും ആൾക്കാർ ഇത് പറഞ്ഞു നടക്കുക. അപ്പൊ എനിക്കറിയില്ല. ഇപ്പൊ ഞാനിപ്പം എന്റെ ചേച്ചിയുടെ മോനെയും കൊണ്ട് ഞാൻ എവിടെ പോയാലും എന്റെ ഒപ്പമുള്ള ഒരാളാവൻ, അവന്റെ അമ്മയുടെ കൂടെ ഉള്ളതിനെക്കാട്ടിൽ കൂടുതൽ എന്റെ ഒപ്പമാണ് അവൻ വന്നിട്ടുള്ളത്. എന്റെ ചേച്ചിയുടെ മോൻ, ഞങ്ങളുടെ ഫാമിലിയിലെ ഫസ്റ്റ് ബേബിയാ. ഇപ്പൊ എനിക്ക് സീരിയസ്ലി ഞാൻ പറയാം, ഒരു കാലഘട്ടം വരെ എനിക്ക് വലിയൊരു പ്രശ്നമായിരുന്നു. ഞാൻ അവനെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ ആൾക്കാർ പറയും അപ്സരയുടെ കുട്ടിയാണ്, എന്റെ കുട്ടിയാണെന്ന് പറഞ്ഞ എനിക്ക് പ്രശ്നമല്ല.
അവൻ എന്തെങ്കിലും കൊച്ചുകുട്ടികളാ, അവൻ മുഖം വാടിയിരിക്കുവോ അല്ലെ പിണങ്ങോ വാശി പിടിക്കുകയോ ചെയ്യുമ്പോഴത്തേക്കും കുട്ടിയെ മൈൻഡ് ചെയ്യാതെ, അപ്സര പ്രസവിച്ച കുട്ടിയെ മൈൻഡ് ചെയ്യാതെ അപ്സര തിരിഞ്ഞ് നടക്കുന്നു എന്നൊക്കെ പറയും. അത് പിന്നെ എനിക്ക് സ്വയം മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങി. പക്ഷെ ഇപ്പൊ പിന്നെ ഞാൻ അത് എന്ത് കണ്ടാലും ഒരു നെവർ മൈൻഡ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഇപ്പൊ എന്നെ ബാധിക്കില്ല. പക്ഷെ അന്ന് എനിക്കത് പ്രശ്നമായിരുന്നു. മനസ്സിലായി. എനിക്ക് റെസ്പെക്ട് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പൊ ഒരു ഡിവോഴ്സിന്റെ ഒരു വാർത്ത വരുന്നു, എല്ലാ യൂട്യൂബ് ചാനലിലും വീഡിയോസ് എടുക്കുന്നു, ഏത് ചാനലിൽ വന്നിട്ട് സംസാരിക്കുമ്പോഴും അപ്സര പറയുന്നൊരു രീതിയുണ്ട്. അതായത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അതായത് നമ്മുടെ ലൈഫിൽ പേഴ്സണലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ പറയേണ്ടത് പറയുക, ആരെയും വേദനിപ്പിക്കാതെ പറയാം. കാരണം സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്നത് ഒരേ രീതി. ഇപ്പം സെലിബ്രിറ്റി 2 രീതിയിലുണ്ട്. ഒന്ന് പേഴ്സണൽ ലൈഫ് അങ്ങ് തുറന്ന് കാട്ടി കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അവരെ വലിച്ചു നിൽക്കിയിട്ട് അങ്ങനെ പറയാറില്ല, മോശപ്പെടുത്തി സംസാരിക്കുന്നവരുണ്ട്. പക്ഷെ ആ ഒരു ഏരിയയിൽ നിന്ന് അപ്സര ചെയ്തത് എനിക്കൊന്ന് കുറേ പേർക്ക് മോട്ടിവേഷൻ ആയിട്ടുണ്ട്. സീരിയസ്ലി നമ്മുടെ പേഴ്സണൽ ലൈഫ് കാര്യങ്ങൾ പറയേണ്ടത് പറയാം. ചിലപ്പോൾ ലൈഫിൽ പലതും നടന്നേക്കാം, പക്ഷെ അത് ചിരിച്ചുകൊണ്ടാ മറുപടി പറയണേ. അത് എങ്ങനെയാണ് ചിന്തിച്ചത്? നമുക്ക് വേണമെങ്കിൽ അത് എങ്ങനെയും നമുക്ക് പറയാലോ. ആക്ച്വലി ഞാൻ ഇതുവരെ ഒരു മീഡിയയിലും പറയാത്തൊരു കാര്യമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു സെക്കൻഡ് മാരേജ് ആയിരുന്നു. ഒരു ഫസ്റ്റ് മാരേജ് കഴിഞ്ഞപ്പോൾ ഞാൻ പറയില്ലേ, ഇതിനു മുമ്പ് ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കലും എൻ്റെ ഫസ്റ്റ് എക്സിനെ കുറിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേരോ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. കാരണം അത് കഴിഞ്ഞൊരു മാറ്ററാണ്. അദ്ദേഹത്തിനെ വലിച്ചിട്ടിട്ട് ഒരിക്കൽ ഞാൻ സ്നേഹിച്ച ഒരാളാ, ഒരുമിച്ച് ജീവിച്ച ഒരാളാ, നമ്മൾ ഒരുപാട് ഇതാക്കിയ എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയി. ഞാനെന്നൊരു വ്യക്തി, ഞാൻ ഇപ്പൊ പോലും പറയാം, എന്റെ ലൈഫിൽ ഇപ്പോഴും പറയാം, കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാ. ഞാനത് പറയുന്നത് ഇപ്പൊ കേട്ടോണ്ട് ഇപ്പൊ കേൾക്കുന്ന ഒരാൾ പോലും ഞാനിപ്പം വീട്ടിൽ വെറുതെ ഇരുന്ന എനിക്ക് കൊണ്ട് പൈസ തരുമോ, എന്നെ നോക്കുമോ, ഒന്നും ചെയ്യില്ല. പക്ഷെ ഞാനത് എന്തുകൊണ്ടാണ് പറയണത് എന്താ വെച്ചാല്, ഇപ്പൊ ഞാൻ ഒരു 3 സ്ത്രീകളുള്ള വീട്ടിൽ നിന്ന് വരുന്നത്. എൻ്റെ അച്ഛൻ മരിച്ചുപോയി, ഞാനും അമ്മയും ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നെ പോലെ കുറെ പെൺകുട്ടികൾ ഉണ്ടാവൂലേ സമൂഹത്തില്, നമുക്ക് ഇനിയിപ്പം ആരും ഇല്ല നോക്കാൻ. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എനിക്ക് അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഭയങ്കര പേടിയാ, കുറെ മോശം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയണു. അപ്പൊ എനിക്ക് എല്ലാവരോടും ഇങ്ങനെ നടന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഞാനും അങ്ങനെ വന്ന ഒരാളാണ്. എനിക്ക് ഇതുവരെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ മീഡിയാസിലെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പൊ അഭിനയിക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ ക്യാമറ സത്യം പറയാം, എനിക്ക് അങ്ങനെ ഒരാൾ പോലും എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് എന്ന് വെച്ചിട്ട് എല്ലാവർക്കും അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അപ്പൊ നമ്മൾ വരുമ്പോ നമ്മൾ നിൽക്കേണ്ട ഒരു രീതിയുണ്ട്. ആ രീതി നിൽക്കേണ്ട രീതി. ഇപ്പൊ നമ്മളോട് ഇപ്പൊ എന്നോട് ഒരാൾ ഒരു മോശം രീതി ചോദിച്ചാൽ എനിക്ക് താല്പര്യമില്ല, ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സ്റ്റാൻഡിൽ നിന്നാൽ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നതും അതാണ്. നിങ്ങൾ അത് വെച്ചുകൊണ്ട് ഒരിക്കലും ടാലന്റ് ഉള്ള ആൾക്കാർ വീട്ടിൽ വെറുതെ ഇരിക്കരുത്, നിങ്ങൾ ചെയ്യണം. നമ്മുടെ ടാലന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പുറത്തേക്ക് വരാൻ പറ്റും. പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞു വെച്ചാൽ കുറേ പെൺകുട്ടികൾ ലൈക്ക് ഇപ്പോഴും ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആരോട് തുറന്നു പറയാൻ പറ്റാണ്ട്, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും ഞാൻ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഈ തുറന്നു പറയാൻ പറ്റില്ല, കാരണം സമൂഹം എങ്ങനെ ഇത് റിയാക്ട് ചെയ്യും, ഇതെങ്ങനെ എടുക്കും, നാട്ടുകാർ എങ്ങനെ വിചാരിക്കും, അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ വെച്ചാൽ എനിക്കും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ ഞാനത് പറയുന്നത് എൻ്റെ ഒരു മോശം വശമായിരിക്കും ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഇനി വരാൻ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള വെച്ചാൽ, എന്നെ പോലെ നിങ്ങൾ ആവരുത്. എനിക്ക് ലൈഫിൽ അങ്ങോട്ട് ഒരു മോശം അനുഭവം പറ്റി. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ പുറത്ത് കിടക്കുക, ഞാൻ അത്ര മാത്രമേ വിചാരിച്ചോളൂ. പക്ഷേ ഇത് മീഡിയാസ് ഏറ്റെടുത്തിട്ട് എനിക്കെതിരെ ഭയങ്കര, ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ നിന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ പേര് ഇപ്പോഴും എനിക്ക് താല്പര്യമില്ല. ഞാനായിട്ട് ഒരിടത്തും പറഞ്ഞിട്ടില്ല, എനിക്ക് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ല. ഇപ്പോഴും കുറെ ആൾക്കാർ എനിക്കെതിരെ കുറെ നെഗറ്റീവ്സ്, അപ്സര അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഡിവോഴ്സ് ആയി, എനിക്കത് പറയാൻ താല്പര്യമില്ലാന്ന് വെച്ചാൽ, ആയാലും ഇല്ലെങ്കിലും നാളെ ഞാൻ ഒരുമിച്ച് ജീവിച്ചാലും നാളെ എനിക്കൊരു കുഞ്ഞുണ്ടായാലും അത് എന്നെയും അദ്ദേഹത്തിന് എൻ്റെ പാർട്ട്ണർ ആരും ആയിക്കോട്ടെ അവരെ മാത്രം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയെ മാത്രം സംബന്ധിക്കുന്ന വിഷയം. അപ്പൊ നാളെ സപ്പോസ് ഞാൻ ഡിവോഴ്സ് ആയി വെച്ചോ, അല്ലെങ്കിൽ അത് ഞാനാ ഒറ്റപ്പെടുന്നേ. അപ്പൊ എനിക്ക് ആ സ്ട്രഗിൾ ഉണ്ടാവുന്നത്. ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് ഒന്നുമല്ല. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചാൽ എനിക്ക് ആ സന്തോഷം ഉണ്ടാവുന്നത്. അത് എന്ത് തന്നെയായാലും ഇപ്പൊ എനിക്ക് ഒരുമിച്ച് ഒട്ടും പറ്റാത്തൊരു സാഹചര്യം വരുമ്പോഴായിരിക്കും ഒരു വ്യക്തി ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കണം. അത് അവരുടെ മാത്രം വേദന, അവരുടെ മാത്രം പ്രശ്നമാണ്. അതിന് മീഡിയാസിനെ ഒന്നല്ല ആരെയും വലിച്ചിടാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് എനിക്ക്. എന്നെ സംബന്ധിച്ച് അത് ചിലപ്പോൾ എൻ്റെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എപ്പോഴും എൻ്റെ പ്രശ്നങ്ങളും കുറവുകളും പറയാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്തൊരു അയ്യോ അത് വേണ്ട, എനിക്കപ്പം ആൾക്കാർ നമ്മളെ സിമ്പതിയോടെ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല.
എനിക്ക് എന്റെ നല്ല കാര്യങ്ങൾ കാണിക്കണം. എനിക്ക് അവള് സക്സസ് അല്ലെ, അവള് നല്ലതാണ്, അവള് സക്സസ് ആണ്, ഹാപ്പി ആണെന്ന് കാണിക്കണം. ചിലപ്പോ കരഞ്ഞ് പണ്ടാറടങ്ങി വിഷമിച്ച് തളർന്നിരിക്കുമായിരിക്കും. ചിരിക്കും. എന്റെ അടുത്ത് എല്ലാവരും പറയും ഈ മീഡിയാസിൽ വന്നിരുന്നിട്ട് എങ്ങനെ സന്തോഷം. ആക്ച്വലി എനിക്കത് എന്റെ വിഷമം കാണിക്കാൻ താല്പര്യമില്ല. ഞാൻ എപ്പോഴും ഹാപ്പിയാണ്. എനിക്ക് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാനേ ഇഷ്ടം. അതാണ് ചെറിയ സന്തോഷങ്ങൾ പോലും നമ്മൾ എപ്പോഴും മരിച്ചു പോണേന്ന് അറിയാൻ പറ്റില്ല. അവ ചെറിയ സന്തോഷങ്ങൾ പോലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാം. പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ചിലപ്പോൾ തൊട്ടു മുന്നേ ഇപ്പം ഞാൻ അഭിനയിക്കാൻ പോകുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇങ്ങനെ ടെൻഷനൊക്കെ ഉള്ള സമയത്ത് തൊട്ടു മുന്നേ ചില ഫോണിൽ വിളിച്ച് കറങ്ങി വിളിച്ച് പണ്ടടങ്ങിയിരിക്കും. പക്ഷെ ക്യാമറയുടെ മുന്നിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. അതെന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന ഒരു ചിലപ്പോൾ നെക്സ്റ്റ് ഡേ കിട്ടണമെന്നില്ല. അപ്പം ഞാൻ കിട്ടുന്ന ഒരു നല്ല മൊമെന്റിനെ ഭയങ്കര എൻജോയ് ചെയ്യും. പിന്നെ എനിക്കൊരു വാശിയുണ്ട് എൻ്റെ ലൈഫിൽ, ഒരിക്കലും ഞാൻ ഡൗൺ ആയി പോകരുത്, നശിച്ചു പോകരുത്. എനിക്ക് സക്സസ് ആവണം, ഇനി സക്സസ് ആവണം എന്നൊരു വലിയൊരു വാശിയുണ്ട്. അതൊക്കെ ആയിരിക്കും എന്നെ ഇതുവരെ എത്തിച്ചത്. അപ്പോൾ എനിക്ക് ഒരിക്കലും ഈ വരുന്ന നെഗറ്റീവ് കമൻസിനെയോ അല്ലെങ്കിൽ എനിക്ക് അതിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ലടാ. ലൈക്ക് ഞാൻ അത് ശ്രദ്ധിച്ചാൽ എനിക്കറിയാം ഞാൻ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിട്ടുള്ള ഒരാളാണ്. ആർക്കും അറിയില്ല, എല്ലാവരും വിചാരം ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷെ ഞാൻ ഭയങ്കര ഡൗൺ ആയി. ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് പെട്ടെന്ന് ഫീൽ ആവും, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് ഞാൻ സ്നേഹിക്കും, പെട്ടെന്ന് കൂളാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള ആൾക്കാർക്ക് അത് ഭയങ്കര മാനേജ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാൻ സ്വയം എൻ്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങളേക്ക് തലയെടുത്താൽ മതി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാറ്റി വെക്കാം. നമ്മൾ എന്തിനാണ്, എനിക്കിപ്പോൾ ഒറ്റല്ല, ഞാൻ എങ്ങനെ സക്സസ് ആവണം, രക്ഷപ്പെടണം, ജയിക്കണം, ആ ഒരു എയിം